നമസ്കാരം എല്ലാവർക്കും. ഇപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ റീഡിങ് നമുക്ക് നോക്കാം. അതായത് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ സമയത്ത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടോട്ടലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനാണ്. ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണില്ല, നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അൺഎക്സ്പ്രസ്ഡ് ലവ് ആണ്, തമ്മിൽ കാണാറുണ്ട്, അൺഎക്സ്പ്രസ്ഡ് ആണ്. ഇവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട്, അൺഎക്സ്പ്രസ്ഡ് ലവ്, ഇത്രയും ആൾക്കാർക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇന്ന് രാവിലെ ഞാൻ അവരുടെ ഫീലിങ്സ് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുമോ എന്നുള്ളത്. അവരുടെ ഫീലിങ്സും കൂടെ നമുക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഡിവൈൻ please guide. My viewers are in a no contact, on and off contact, less contact situation with their loved person. Please guide. Will there be any action from their person for them? What will be the next action? Or is there any action expected from their person? എടുക്കുകയാണേ. നൈറ്റ് ഓഫ് വാൻഡ്സ്, ഓക്കെ, എംപ്രസ്, ദ സൺ, ടു ഓഫ് പെൻറ്റക്കിൾസ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് സ്വാർഡ്സ്. ഇത്ര സ്നേഹം മനസ്സിൽ വെച്ചിട്ടാണോ ഇവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത്? സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. നൈറ്റ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് ഇവർ നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്. നിങ്ങൾ ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ അവിടെയും ഹൈലി പാഷനേറ്റ് എനർജി തന്നെയാണ്, അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്. ഓക്കെ, എംപ്രസ് വെച്ചിട്ട്, എംപ്രസിൻ്റെ എനർജി ഞാനൊരു 100 റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാലോ, നിങ്ങൾ ആണ് അവരുടെ ലൈഫിലെ പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങളുമായിട്ടാണ് അവർ റിലേറ്റ് ചെയ്യുന്നത്. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവരുടെ ലൈഫിൽ യാതൊന്നും ഇല്ല എന്ന് തന്നെ ഇവർ കരുതുന്നു. അതുപോലെ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നത് ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ടാണ് എന്ന് ഇവർ കരുതുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവരുടെ ലൈഫിൽ ഒരു ലൈറ്റ്, ഒരു വെളിച്ചം വന്നതെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ചിലരെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. മേ ബി അതുകൊണ്ടായിരിക്കും ഇവർ ഒന്ന് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയോ ലെസർ കോണ്ടാക്റ്റിൽ വരികയോ ചെയ്യുന്നത്. നയൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇത് നിങ്ങളുടെ എനർജി ആണോ അവരുടെ എനർജി ആണോ എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. കുറച്ച് സെൽഫ് ലവ്, ഹീലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അവർക്ക് അയക്കണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സ്വാർഡ്സും കിങ് ഓഫ് വാൻഡ്സും രണ്ടും വെച്ചിട്ട് വളരെ സ്പീഡി ആയിട്ട്, ഒട്ടും ആലോചിക്കാതെ ഇമ്പൾസീവായിട്ട് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെ ഇവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിലും ഇവരുടെ ആഗ്രഹം, ഉള്ളിൻ്റെ ഉള്ളിൽ ചില റെസ്ട്രിക്ഷൻസ് മൂലമാണ് ഇവർ കോണ്ടാക്ട് ചെയ്യാത്തത് എന്നുള്ളത് ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹവും നിങ്ങളെ പറ്റിയിട്ട് ഹൈലി പാഷനേറ്റും ആണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ. പക്ഷേ എന്തോ ഒരു പ്രശ്നം മൂലം ഇവർ മിണ്ടാതിരിക്കുകയാണ്. ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ ഈഗോ മൂലം ഇവരെ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെയാണ് ഇവർ പ്രബലമായിട്ട് ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാത്തതെന്നുള്ളത് നമുക്ക് നോക്കാം. Clarify Knight of Wands, please. Clarify Knight of Wands. Will these people contact my viewers? Will these people contact my viewers? Will there be a next action from these people for my viewers? Nine of Pentacles and
7 ഓഫ് wands. ഇവര് ഇപ്പോൾ കുറച്ച് സ്വന്തം കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കുറച്ച് സെൽഫ് ലവ്, സെൽഫ് ഹീലിംഗ്, അതിനൊക്കെ സ്വയം സമ്പാദിക്കുക, അതിലൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ അറ്റ് പ്രസൻറ്റ് നമ്മളിത് നോക്കുന്ന സമയത്ത് ഇവർ അവരുടെ ജോലിയിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഒരു സാബട്ടാജ് എനർജിയിൽ ഇവർ കാണുന്നുണ്ട്. അതായത് നിങ്ങളെ മനഃപൂർവ്വം കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ് ഇവർ. ഒരു പക്ഷേ അവർ വിചാരിക്കുന്നുണ്ടാവും കോണ്ടാക്ട് ചെയ്യാതിരുന്ന് ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കതൊരു പ്രശ്നമാവണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. വൈ ദേ ആർ നോട്ട് കോണ്ടാക്ടിങ്? വൈ ഡിഡ് they choose to sabotage when they are highly passionate about my viewers? Why? Give me the reason, divine. ഓക്കെ, അവർക്കൊരു ഫാമിലി ഉണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് സ്ട്രെങ്ത് കേട്ടോ. ഇവർക്ക് ഒരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കാരണം നിങ്ങൾക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കാമെങ്കിൽ ഇവർ വരാം എന്നാണ് അവർ പറയുന്നത്. ഇവരുടെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവർക്ക് മറ്റ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സമ്പാദ്യത്തിലാണ്, അവരുടെ സ്വന്തം കാര്യത്തിലാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടെ ഫാമിലിക്കൊരു സ്റ്റെബിലിറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ മറ്റ് കാര്യങ്ങൾ ക്ഷമയോടെ മാത്രമേ ഡീല് ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലാരിഫൈ ദി എംപ്രസ്. Page of Pentacles and 8 of Pentacles. ഹൈലി അട്രാക്ഷനും കാര്യങ്ങളും എല്ലാം അവിടെയും കാണുന്നുണ്ട്. നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് മീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കണം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറസ് രാശിക്കാരായിരിക്കാൻ സാധ്യതയുണ്ട്. പ്രബലമായിട്ട് നിങ്ങൾ വളരെ കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങൾ. ഓക്കെ, അങ്ങനെ ആ അട്രാക്ഷൻ നിന്ന് തുടങ്ങിയതാണ്, അത് പിന്നീട് വളരെ സ്നേഹമായിട്ട് മാറി. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ, അതേപോലെ സോഷ്യൽ മീഡിയ വാട്സാപ്പ് DP അപ്ഡേറ്റ് സ്റ്റാറ്റസ് അതൊക്കെ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റെഗുലറായിട്ട് നിങ്ങളെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇവർ എപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെയാണ് ടോറസ് രാശി കേട്ടോ. നിങ്ങളുടെ രാശിയാണ് ടോറസ് രാശി. ഇവിടെ അറ്റ് പ്രസൻറ്റ് ഇവർ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്നാൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട് താനും. ഓക്കെ, ക്ലാരിഫൈ why they are not contacting. Please give me a clarity on why these people are not contacting if they are highly attracted. 9 of Cups and 3 of Pentacles. അവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. 9 of Cups വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളെ കിട്ടിയാൽ അവരുടെ ലൈഫിൽ അവർക്കൊരു ജാക്ക്പോട്ട് കിട്ടിയ പോലെയാണ്. പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഈസ് തേർഡ് പാർട്ടി എ സ്പൗസ് ഹിയർ? ഈസ് തേർഡ് പാർട്ടി എ സ്പൗസ് ഹിയർ? 3 of Swords ആണ് വരുന്നത്. അവിടെയും ഞാൻ എടുക്കുന്നില്ല. ഈസ് 3 of Pentacles. A third party. Who is the third party here, divine? 10 of Cups. ഫാമിലി എന്നാണ് കാണിക്കുന്നത്. 10 of Cups ഫാമിലിയാണ് അവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. അതൊരു സ്പൗസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഒരു കപ്പിൾ ഇരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, അവർക്ക് ഓൾറെഡി അവർ മാരീഡാണ്. പക്ഷെ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. അറ്റ് പ്രസൻറ്റ് അവർ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങളെ വേറെ അബൌട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങളവരുടെ മനസ്സിൽ വളരെ തീവ്രമായിട്ട് തന്നെ ഉണ്ട്. ക്ലാരിഫൈ ദ സൺ. ക്ലാരിഫൈ ദ സൺ. പക്ഷെ ഈ കേസിൽ നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ അല്ലേ നോക്കിയത്. ഈ പെർട്ടിക്കുലർ കേസിൽ, അത് എംപ്രസിൻ്റെ കാർഡ് വന്ന കേസിൽ ഇവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് മെസ്സേജൊക്കെ വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ചിലപ്പോൾ മെസ്സേജസ് അയക്കുന്നുണ്ടായിരിക്കും, ഓൺലൈൻ കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജസ് വരും എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഇപ്പോഴും കാണുന്നില്ല കേട്ടോ. കാരണം അവർ കൺഫ്യൂസ്ഡ് ആണ് അവിടെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ്, പക്ഷേ മെസ്സേജ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ക്ലാരിഫൈ ദ സൺ. Clarify the sun. The star and Three of Swords. നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങളാണ് അവരുടെ ലൈഫിലെ പോസിറ്റിവിറ്റി എല്ലാമാണ്. പക്ഷേ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. ക്ലാരിഫൈ. വിൽ ദർ ബി എനി ആക്ഷൻ ഫ്രം ദർ സൈഡ് ഇൻ ദിസ്? ത്രീ ഓഫ് സോർട്സ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത് കേട്ടോ. അതായത് ആക്ഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മനസ്സിൽ നിങ്ങൾ സ്റ്റാറാണ്, സണ്ണാണ്, മൂണാണ്, എല്ലാമാണ്. പക്ഷേ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളെ കിട്ടിയാൽ വളരെ അവർ ഹാപ്പി ആയിരിക്കും, അവരുടെ ലൈഫ് പോസിറ്റിവിറ്റി കൊണ്ട് നിറയും എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ടെങ്കിലും സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഇവരുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ക്ലാരിഫൈ. ടു ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ. ടു ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് ത്രീ ഓഫ് കപ്സ്. അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം നിങ്ങളെ അവർ ഒരു ഫ്രണ്ട് സോണിലാക്കിയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ട്. പിരിയല്ല, നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ട്. ലൈക്ക് ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും, കാണുമ്പോൾ സംസാരിക്കും അങ്ങനെ. പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ആണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈവൻ സ്റ്റുഡൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പഠനത്തിൽ ഈവൻ റിസർച്ച് അങ്ങനെയൊക്കെ എന്തോ പഠിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ അവിടെ ഒരു തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് ഉണ്ട്. ഇവിടെ തേർഡ് പാർട്ടി പാരൻസും ആയിരിക്കാം, സ്പൗസും ആയിരിക്കാം, രണ്ട് രീതിയിലും ആയിരിക്കാം. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം നിങ്ങൾ തീരുമാനിച്ചു ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവർക്ക് നിങ്ങളുടെ ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ ഒരു ഡേ ഡ്രീമിങ് എനർജിയിലാണ്. ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞാലും നിങ്ങൾക്കും ചിന്തകൾ നിർത്താൻ പറ്റുന്നില്ല, അവർക്കും ചിന്തകൾ നിർത്താൻ പറ്റുന്നില്ല. ഇത് ശരിയാവില്ലേ എന്നൊരു ഹോപ്പ് അവിടെ ഉണ്ട്. ഓക്കെ, ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. വിൽ ദർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ ഇൻ ദിസ് കേസ്? നയൻ ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ് ഓഫ് വൺസ്. തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇവർ സെൽഫ് റിലയൻ്റ് ആയി കഴിയുമ്പോൾ, അതായത് ഒരു പക്ഷേ പഠനമൊക്കെ കഴിയുമ്പോൾ, ഇവർ സ്വയം സമ്പാദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് ആക്ഷൻ ഉടനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇവരുടെ പഠിത്തം കഴിഞ്ഞ് ഇവർക്ക് ജോലി ആവണം. ജോലി ആയതിനു ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതേസമയം നിങ്ങൾ വർക്കിംഗ് ആണ്, ഓൾറെഡി നിങ്ങൾ അഡൾട്ട്സ് ആണ്, നിങ്ങൾ വർക്കിംഗ് ആണ് എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ അവർക്ക് അറ്റ് പ്രസൻറ്റ് അവരുടെ ഫാമിലി ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. എക്സ്റ്റെൻഡഡ് ഫാമിലിയും ആയിരിക്കാം. അവർക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് തീർന്നതിന് ശേഷം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ഇവരുടെ കാര്യത്തിൽ കാണുന്നത്. അറ്റ് പ്രസൻറ്റ് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സംസാരിക്കാറുണ്ടായിരിക്കും, മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു ഫ്രണ്ട്ലി ബേസിസിലാണ്. മനസ്സിൻ്റെ ഉള്ളിൽ രണ്ടുപേർക്ക് സ്നേഹമുണ്ട്. ക്ലാരിഫൈ നയൻ ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. ക്ലാരിഫൈ നയൻ ഓഫ് പെൻറ്റക്കിൾസ്. നയൻ ഓഫ് പെൻറ്റക്കിൾസ് ഒരുപാട് കാണുന്നുണ്ട് ഇന്ന്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, സെവൻ ഓഫ് കപ്സ്. റെസ്പോൺസിബിലിറ്റിയോട് റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ? പിന്നെ എന്തിനാ ഇവർ റിലേഷൻഷിപ്പിൽ വീണിട്ട് ഇത്രയും സ്ട്രെസ് അല്ലേ? മനസ്സല്ലേ, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ?
ഇവിടെയും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കിങ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഇവരുടെ വീട്ടിലത്തെ ഏർണിംഗ് മെമ്പർ ആയിരിക്കണം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആണ്, ചെറുതൊന്നും അല്ല കേട്ടോ. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവരിപ്പോൾ ഒരു സെൽഫിഷ് രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടായിരിക്കുമോ? ഏസ് ഓഫ് കപ്സ് ആൻഡ് മജീഷ്യൻ. ആസ് ഇറ്റ് ഈസ് ഇവർ ചെയ്യുന്നത് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് റെസ്പോൺസിബിലിറ്റി, എന്ത് ജോലി ആയാലും, എന്ത് സെൽഫ് സെൻറ്റേർഡ് ആയാലും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ. വിൽ ദർ ബി എനി കോണ്ടാക്ട് ഫ്രം ദീസ് പീപ്പിൾ? കോണ്ടാക്റ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ഹൈ പ്രീസ്റ്റസ് ആണ്. ഇവർ ടെലിപ്പതിക്കലി കോണ്ടാക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് മനസ്സിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് അവിടെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. സ്പിരിച്വലായിട്ട് നിങ്ങൾ, അതായത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. മജീഷ്യൻ അത് തന്നെയാണ്. ഓക്കെ, പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട്. അതായത് നിങ്ങൾ ഒന്നിക്കണം എന്ന് വിചാരിച്ച് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവർ അറ്റ് പ്രസൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് മൂലം ടോട്ടലി സ്റ്റക്കാണ്. ഓക്കെ, ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. മനസ്സിൽ ഇഷ്ടം പോലെ സ്നേഹമുണ്ട്. പക്ഷേ ആസ് ഇറ്റ് ഈസ് ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് കാണുന്നില്ല. ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ. പേജ് ഓഫ് കപ്സ് പ്ലീസ്. ദ ടവർ, ദി എംപറർ. രണ്ട് കാർഡ് അതിൽ നിന്നും കൂടെ എടുത്തിട്ട് ഒരുമിച്ച് പറയാം കേട്ടോ. Give me 2 or 3 more cards to clarify. Temperance and the Fool, very good. അതുകൊണ്ടാണ് ഞാൻ ഈ കാർഡും കൂടെ എടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞത്. കാരണം ഇവിടെ ഒരു ഇൻ്റർഫിയറൻസ് മൂലം, ഒരു ഫാമിലി ഇൻ്റർഫിയറൻസ് മൂലം നിങ്ങളിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒരു ടവർ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എസ്പെഷ്യലി ഇവരുടെ ഫാദർ ഫിഗർ ആയിട്ടുള്ള ആരോ വളരെ പ്രബലമായിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ എതിർത്തു, സെപ്പറേറ്റഡ് ആക്കി. നിങ്ങളുടെ ലൈഫിൽ ടവർ മൊമെൻറ്റ് കംപ്ലീറ്റ്ലി വന്നു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ കേസിൽ ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ഇവർ. കാരണം ഇവർ ഒരു ഹീലിങ്ങിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ തെറ്റ് മനസ്സിലാക്കി ഇവർ വിചാരിക്കുന്നുണ്ട്, ഇനി ഒന്നും ഞാൻ ആലോചിച്ച് നിൽക്കാൻ പോകുന്നില്ല, രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ പോകാം, എല്ലാം ഭഗവാനെ ഏൽപ്പിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ പോകാം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം എന്നിവർ വളരെ തീവ്രമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതേ കേസ് കഴിഞ്ഞ ഒരു 2-3 റീഡിങ്ങിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഫാദർ പ്രശ്നമായിട്ട് ഇരിക്കുന്നവിടെ, ഈ ഫാദർ എന്ന് പറയുന്ന ആള് വളരെ സമൂഹത്തിൽ കുറച്ച് റെസ്പെക്റ്റബിൾ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളായിരിക്കണം. ഇത് നിങ്ങളുടെ ഫാദറിലോ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇവർ ഈ കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ, പിന്നെന്താണ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ വളരെ പ്രബലമായിട്ട് ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ ലൈഫ് സമാധാനപരമായി പോയിക്കൊണ്ടിരുന്നാൽ ഇവരുടെ ഇൻ്റർഫിയറൻസ് മൂലം നിങ്ങൾ വഴക്കിട്ട് പിരിയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പാർട്ട്ണർ, അത് സ്പൗസ് ആയാലും അല്ലെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ അവിടെ ഹീലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഒരു മെസ്സേജാണ്. ക്ലാരിഫൈ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സ്വാർഡ്സ്. കിങ് ഓഫ് വാൻഡ്സ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഇവർ ഹൈലി പാഷനേറ്റ് ആണ് നിങ്ങളെ പ്രതി. ഇവർ തുറന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല നിങ്ങളുടെ അടുത്ത്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ്. നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണം എന്നിവർ, ഒരു റൊമാൻറ്റിക് തുടക്കം വേണം എന്നിവർ തീർച്ചയായിട്ടും വെരി സ്ട്രോങ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. ഹൈലി പാഷനേറ്റ് ആയിട്ട്, ഇമ്പൾസീവായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് ടെൽ us what is the next action. മനസ്സിൽ മാത്രമാണോ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്ന് നോക്കാം അല്ലേ. 5 of Pentacles, Knight of Cups. ഓക്കെ, 5 of Pentacles പറയുമ്പോൾ
ഇവർക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസിൽ കൂടെ ഇവർ പോകുന്നുണ്ട്. അതും അവരെ ഒരു ബോധറേഷൻ ഉള്ളതുപോലെ കാണുന്നുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങളെ ഒരു ഹാങ്ങിങ് സിറ്റുവേഷനിൽ ഇവർ വെച്ചിരുന്നിരിക്കാം. പക്ഷേ ആ സിറ്റുവേഷൻ തെറ്റ് മനസ്സിലാക്കി ഇവർ ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ആക്ഷൻ? ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ് ക്ലിയർലി. പേജ് ഓഫ് വാൻസ് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവിടെ പ്രശ്നം അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രശ്നം ക്ലിയർ ഒന്നും ആയിട്ടില്ല. അതായത് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരുന്നു അവിടെ ഇഷ്യൂ എങ്കിൽ ആ പ്രശ്നം അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് ക്ലിയർ ചെയ്തിട്ടൊന്നും അല്ല അവർ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു സോറി ഒക്കെ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട്. ക്ലാരിഫൈ കിങ് ഓഫ് സോർഡ്സ് പ്ലീസ്. ക്ലാരിഫൈ കിങ് ഓഫ് സോർഡ്സ്, മജീഷ്യൻ ആൻഡ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ്. നിങ്ങളുമായിട്ട് വഴക്കിട്ടിട്ടൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ അവർ മനസ്സിൽ നിന്ന് നിങ്ങളെ വിട്ടിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ ഫുൾ ടൈം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെ തുടർന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. ഓക്കെ, പക്ഷേ ഇവരുടെ ഈഗോ മൂലം ഒരു സ്ലോയിങ് ഡൗൺ എനർജി അവിടെ കാണുന്നുണ്ട്. ഒരു ചെറിയ വഴക്കൊക്കെ ഇട്ട് പിരിഞ്ഞതാണെങ്കിൽ പോലും, പിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, തൽക്കാലത്തേക്ക് ഒന്ന് വിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഇവരുടെ ഈഗോ ഇവരെ ഒരു സോറി ഒന്നും പറയാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവിടെ ഒരു സ്ലോയിങ് ഡൗൺ എനർജി കാണുന്നുണ്ട്. പക്ഷെ മനസ്സിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പുറമേക്ക് കാണിക്കുന്നില്ല. ഇനി സമ്മോ കാർഡ്സ് കണ്ടോ, എംപററുടെ എനർജിയാണ്. 8 ഓഫ് കപ്സ് ആൻഡ് എംപറർ. ഈഗോ മൂലം, പ്രാക്ടിക്കൽ തിങ്കിങ് മൂലം ഇവർ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്, നിങ്ങളുടെ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇവർക്ക് മനസ്സുകൊണ്ടല്ല, ഇവർ തലച്ചോറ് കൊണ്ടാണ് കൂടുതലും ചിന്തിക്കുന്നത്. എല്ലാം പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് ഇവർക്ക്. ഇവരുടെ സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ക്ലാരിഫൈ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ്. 6 ഓഫ് കപ്സ്. ഇവർ ഓർത്തോണ്ടിരിക്കുകയുള്ളൂ, ഇവരുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷനും ഉണ്ടാവില്ല. ആക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പഴയ കാര്യങ്ങൾ, അതായത് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയമൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ തിരിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ഈഗോയും പ്രശ്നങ്ങളും മൂലം ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല. അങ്ങനെയാണ് അവിടെ കാണുന്നത്. കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ക്ലാരിഫൈ 6 ഓഫ് പെൻഡിക്കിൾസ്. ക്ലാരിഫൈ 6 ഓഫ് പെൻഡിക്കിൾസ്. ഇത് മനഃപൂർവ്വം കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ്. നിങ്ങൾ ഇത്തിരി വേദനിക്കട്ടെ പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ്. 2 ഓഫ് സ്വാർഡ്സ് ആൻഡ് 5 ഓഫ് പെൻഡിക്കിൾസ്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലൊക്കെ എത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിലാണ് അവർ പെട്ട് കിടക്കുന്നത്. കാരണം അവർക്ക് ഫൈനാൻഷ്യൽ സ്ട്രെസ്സ് അവരുടെ ലൈഫിൽ ഉണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ ആർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അത് കാരണം ഇപ്പോൾ മുന്നോട്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. 7 ഓഫ് സ്വാർഡ്സ് ആൻഡ് 9 ഓഫ് വാൻഡ്സ്. 7 നിങ്ങളുടെ അടുത്ത് മുഴുവൻ കാര്യം ഇവർ പറഞ്ഞിട്ടില്ല. ഇവരുടെ ലൈഫിൽ എന്താണ് പ്രശ്നം എന്നിവർ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത്. പക്ഷേ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ, ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നുമില്ല. അതാണ് അതിലേറെ ബുദ്ധിമുട്ട്. കാര്യം പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് മനസ്സിലാവും ഇന്നതാണ് കാര്യം. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരു റീസണേ ഇവർ പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. ക്ലാരിഫൈ will there be any action? ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. ഇവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ സ്റ്റക്കാണ്. 8 ഓഫ് പെൻഡിക്കിൾസ്. ഇവരുടെ ജോലിയിൽ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ടും, കാരണം അവിടെ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടല്ലോ, അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും, ഒരു ഹാങ്ഡ് മാൻ്റെ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ ചിന്ത മാറി വരണം. മാറി വന്നതിന് ശേഷം മാത്രമേ ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുള്ളൂ. ഇവിടെ വേറെ തേർഡ് പാർട്ടി എന്ന് പറയാൻ ഒരു സിറ്റുവേഷൻ ഒന്നും കണ്ടില്ല. റെസ്പോൺസിബിലിറ്റിയാണ്, ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ് അവരെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ എന്താണ്
നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഞാൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണമെങ്കിൽ അതിനുള്ള ലിങ്ക് സബ്സ്ക്രിപ്ഷനാണ് അല്ലേ. നിങ്ങളുടെ പേഴ്സണെ എനിക്കറിയില്ലല്ലോ, ഞാൻ അവരുടെ എനർജി ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളാണ്. അപ്പം ഞാനും നിങ്ങളും തമ്മിൽ ആദ്യം ഒരു ലിങ്ക് വേണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ വേറെ റീഡിങ്സുമായിട്ട് നമുക്ക് നാളെയും കാണാം. ബൈ.